വി ഡി സതീശനും JDS മംഗളൂരു യാത്രാ ആരോപണവും. കേരള രാഷ്ട്രീയത്തിൽ ആരോപണങ്ങളും വിവാദങ്ങളും പുതുമയല്ല. എന്നാൽ അടുത്തിടെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ ചർച്ചകളിലും നിറഞ്ഞു നിന്ന ഒരു വിഷയമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ചുറ്റിപ്പറ്റിയ JDS മംഗളൂരു യാത്രാ ആരോപണം. എന്തായിരുന്നു ഈ വിവാദം? ആരാണ് ആരോപണം ഉന്നയിച്ചത്? എന്തുകൊണ്ടാണ് ഇത് രാഷ്ട്രീയ ചർച്ചയായത് നോക്കാം. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ പതിവാണ്. അതിനിടയിലാണ് സോഷ്യൽ മീഡിയയിലൂടെയും ചില രാഷ്ട്രീയ വൃത്തങ്ങളിലൂടെയും ഒരു ആരോപണം ഉയർന്നു വന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജനതാദൾ നേതാക്കളുമായി ബന്ധപ്പെട്ട് മംഗളൂരുവിലേക്ക് യാത്ര നടത്തിയെന്നായിരുന്നു ആരോപണം. ഈ ആരോപണം ഉയർന്നതോടെ രാഷ്ട്രീയ ചർച്ചകൾ ശക്തമായി. ചിലർ ഇത് രഹസ്യ രാഷ്ട്രീയ കൂടിക്കാഴ്ചയെന്ന് ആരോപിച്ചു. മറ്റു ചിലർ ഇത് വെറും രാഷ്ട്രീയ പ്രചരണം മാത്രമാണെന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകളും വീഡിയോകളും പ്രചരിച്ചു. ചില യൂട്യൂബ് ചാനലുകളും രാഷ്ട്രീയ പ്രവർത്തകരും ഇത് വലിയ വിഷയമാക്കി ചർച്ച ചെയ്തു. എന്നാൽ പ്രധാനമായൊരു കാര്യം, ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ടോ വ്യക്തമായ തെളിവുകളോ പൊതുവേദിയിൽ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് യാഥാർത്ഥ്യങ്ങളെക്കാൾ രാഷ്ട്രീയ വിവാദമായിട്ടാണ് പലരും കാണുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം ആരോപണങ്ങൾ പുതിയതല്ല. ഒരു നേതാവ് എവിടേക്ക് യാത്ര ചെയ്തു, ആരെ കണ്ടു, എന്തിനാണ് പോയത്, ഇതെല്ലാം പലപ്പോഴും രാഷ്ട്രീയ ചർച്ചകളായി മാറാറുണ്ട്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലമോ ശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങളോ നടക്കുന്ന സമയത്ത് ഇത്തരം വിവാദങ്ങൾ കൂടുതൽ ഉയരും. വി ഡി സതീശൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ പ്രധാന മുഖമാണ്. മൂകാംബിക ക്ഷേത്ര സന്ദർശനമാണ് പ്രധാന ലക്ഷ്യമെന്നും പെട്ടെന്നുള്ള തീരുമാനമാണ് അന്ന് ഉച്ചഭക്ഷണം കഴിക്കാൻ ഇവർക്കൊപ്പം പോയതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയ ആരോപണങ്ങൾ വേഗത്തിൽ വാർത്തയാകാറുണ്ട്. അതേസമയം കോൺഗ്രസും പ്രതിപക്ഷ നേതാവും ഇത്തരം ആരോപണങ്ങളെ രാഷ്ട്രീയ ആക്രമണം എന്ന നിലയിൽ പലപ്പോഴും കാണുന്നു. ഈ വിഷയം മറ്റൊരു കാരണത്താലും ശ്രദ്ധേയമായി. സോഷ്യൽ മീഡിയ രാഷ്ട്രീയത്തിന്റെ ശക്തി. മുമ്പ് രാഷ്ട്രീയ ആരോപണങ്ങൾ വാർത്താ ചാനലുകളുടെയാണ് പ്രധാനമായും പ്രചരിച്ചിരുന്നത്. എന്നാൽ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റോ യൂട്യൂബ് വീഡിയോ മണിക്കൂറുകൾക്കകം വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുന്നു. അതാണ് JDS മംഗളൂരു യാത്രാ ആരോപണത്തിലും കണ്ടത്. അവസാനം ഈ വിഷയത്തിൽ വ്യക്തമായ ഔദ്യോഗിക തെളിവുകളോ നിയമ നടപടികളോ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ ആരോപണങ്ങളും സോഷ്യൽ മീഡിയ പ്രചരണങ്ങളും എത്ര വേഗത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിന്റെ ഉദാഹരണമായി ഈ വിവാദം മാറി. ഇതാണ് വി ഡി സതീശനെ ചുറ്റിപ്പറ്റിയ JDS മംഗളൂരു യാത്രാ വിവാദത്തിന്റെ കഥ.